ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന, അധ്യായം 6, 17, 20 മുതലുമുള്ള തിരുവചനങ്ങൾ. അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറൂസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹം അവിടെ ഒരുമിച്ചുകൂടി. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുക. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ച് കരയും. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെയാണ് ചെയ്തത്. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി മാസം 15-ാം തീയതി ശനിയാഴ്ച ഈ രാത്രിയിൽ നമ്മൾ ഈശോയുടെ ചുറ്റും ഈ ശുഭരാത്രി വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുമ്പോൾ ഈശോ ആരാണ് ഭാഗ്യമുള്ളവരെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഭാഗ്യമുള്ളവരായി തീരാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നു. ചില ആളുകളെങ്കിലും ചില വേദനയുടെ സമയങ്ങളിൽ പറഞ്ഞു പോകാറുണ്ട്, ഞാനൊരു ഭാഗ്യം കെട്ടവനാണ്. പറയാറുണ്ട്, ഞാനൊരു ഭാഗ്യം കെട്ടവളാണ് പറയാറുണ്ട്. അപ്പോൾ ഭാഗ്യം കെട്ടവനായി, ഭാഗ്യം കെട്ടവളായി ചില ആളുകൾ അവരെ തന്നെ കണക്കാക്കും. അപ്പോൾ എങ്ങനെയാണ് ഭാഗ്യവാന്മാരാകേണ്ടത് അതറിഞ്ഞൂടാ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു പൊരുത്തമില്ലാത്തവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാനൊരു സുഖം അറിഞ്ഞിട്ടില്ല, ഞാനൊരു സന്തോഷം അറിഞ്ഞിട്ടില്ല, ഞാനൊരു ഭാഗ്യമില്ലാത്തവളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് ഇത് കേൾക്കുക. ഈ രാത്രിയിൽ കർത്താവ് എങ്ങനെ നറുക്കെടുപ്പിൽ ഫസ്റ്റ് കിട്ടാം എന്ന് പറയുകയാണ്, എങ്ങനെ നിനക്ക് ഭാഗ്യമുണ്ടാക്കാം എന്ന് പറയുകയാണ്. ഒന്നാമതായി ഈശോ പറയുന്നു, ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ.
ഇപ്പോൾ ദരിദ്രരായിരിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യം എന്നതിന് അതിന്റെ നോർമലായിട്ടുള്ള ഒരു വാക്കുണ്ട്, അതിന്റെ അർത്ഥമുണ്ട്. അതായത് പണമില്ലാത്തവർ എന്നൊരു അർത്ഥത്തില് നമ്മൾ ദാരിദ്ര്യം പറയാറുണ്ട്. അത് ശരിയാണ്, പണമില്ലാത്തത് ദാരിദ്ര്യം തന്നെയാണ്. പക്ഷേ അതിന് ഒരു ആത്മീയ അർത്ഥമുണ്ട്. സ്വന്തമായിട്ടൊന്നുമില്ലാത്തവൻ, സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനോഭാവത്തെയാണ് ഇവിടെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഒന്നുമില്ല അവരുടെ കയ്യിൽ, പക്ഷേ അവര് കർത്താവിൽ ആശ്രയിക്കാനും തയ്യാറല്ല. ഒന്നുമില്ലാതെ തന്നെ, ഒന്നുമില്ല, പിന്നെയും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്തതിൽ നിന്ന് ഇല്ലാത്തതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവർ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നില്ല. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നീ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. നിന്റെ കയ്യിലേക്കല്ല നീ നോക്കുന്നത്. നിനക്ക് ജീവിക്കാൻ വേണ്ടി നീ കർത്താവിലേക്ക് ഹൃദയം ഉയർത്തുന്നുണ്ടെങ്കിൽ, നിന്റെ മുന്നോട്ടുള്ള ജീവിതയാത്രയ്ക്ക് നീ കർത്താവിനെ ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നീ ഭാഗ്യവാനാണ് എന്ന് പറയുകയാണ്. കർത്താവ് പറയുകയാണ്, നിനക്ക് സ്വർഗരാജ്യം നിന്റേതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതായത് ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുമ്പോഴാണ് ദൈവരാജ്യം നിനക്ക് സ്വന്തമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. നീ ദൈവരാജ്യത്തിന്റെ അധിപതിയല്ല, ദൈവരാജ്യത്തിൽ ഒരു അംഗമായിട്ട് ദൈവരാജ്യം നിന്റേതായിട്ട് മാറുന്നത് ഈ ഭൂമിയിലുള്ളത് വേണ്ട എന്ന് വെക്കുമ്പോഴാണ്. ഒന്ന്. രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ്, ഇപ്പോൾ വിശപ്പ് അല്ലെങ്കിൽ വിശപ്പ് സഹിക്കുന്നവര്. എന്തിനാണ് ഇപ്പോൾ ഈശോയുടെ മുമ്പിലുള്ളവര് ഇപ്പോൾ വിശപ്പ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഈശോ പറയുന്നത് കേൾക്കാൻ വേണ്ടി വിശപ്പ് സഹിക്കുകയാണ്. വിശന്നാലും കുഴപ്പമില്ല, പറയുന്നത് കേൾക്കട്ടെ. അപ്പൊ വചനം കേൾക്കുന്നതിന് വേണ്ടി. അപ്പോൾ അവർക്ക് ഏത് വിശപ്പാണുള്ളത്? വചനത്തിന് വേണ്ടി വിശപ്പുള്ളവരെ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി വിശക്കുന്നവരെ. അതാണ്. നമുക്കും വിശപ്പുണ്ടാവാറുണ്ട്. അത് വേറെ പലത് കാര്യത്തിന് വേണ്ടി വിശപ്പ്, ലോകത്തിന് വേണ്ടി വിശപ്പ്, സുഖഭോഗങ്ങൾക്ക് വേണ്ടി വിശപ്പ്, അല്ലെങ്കിൽ പക തീർക്കാൻ വിശപ്പ്. അങ്ങനെ പലതരത്തിലുള്ള വിശപ്പുകളുണ്ട്. ജഡമോഹങ്ങളുടെ വിശപ്പുകള്. ഈശോ പറയാണ്, ആ വിശപ്പല്ല, ഇപ്പോ നിങ്ങൾ അനുഭവിക്കുന്ന വിശപ്പ് വചനം കേൾക്കാനുള്ള വിശപ്പ്. അങ്ങനെ ഒരു വിശപ്പോടുകൂടെയാണ് ഇപ്പോൾ ഓൺലൈനിൽ ഈ വചന ശുശ്രൂഷ ഓൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. വചനത്തോടുള്ള ഒരു വിശപ്പുള്ളത് കൊണ്ടാണ്. ഈശോ ഈ രാത്രിയിൽ എന്നോട് എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ള ഒരു വിശപ്പുള്ളത് കൊണ്ടാണ് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ വിശക്കുന്നവരോട് ദൈവം പറയാണ്, നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകും. മനുഷ്യന്റെ ഇപ്പോഴുള്ള പ്രശ്നം തൃപ്തിയില്ല എന്നുള്ളതാണ്. എന്ത് കിട്ടിയാലും തൃപ്തിയില്ല. കഞ്ഞി കുടിച്ചാലും തൃപ്തിയില്ല, ബിരിയാണി തിന്നാലും തൃപ്തിയില്ല. ഹല്ലേലൂയ. മദ്യപിച്ചിട്ട് തൃപ്തി വരുന്നില്ല, പുകവലിച്ചിട്ട് തൃപ്തി വരുന്നില്ല, മയക്കുമരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. തൃപ്തിയില്ലാത്ത മനുഷ്യൻ. ഒരു കട്ടിലിൽ കിടന്നിട്ട് തൃപ്തി വരുന്നില്ല, രണ്ട് മെത്തയിട്ടിട്ട് തൃപ്തി വരുന്നില്ല, ഒരു AC ഇട്ടിട്ട് തൃപ്തി വരുന്നില്ല, തൃപ്തിയില്ല. ഒരു പുതിയ വസ്ത്രം ധരിച്ചിട്ട് തൃപ്തി വരുന്നില്ല. അപ്പൊ അടുത്തത് നോക്കാം. അപ്പൊ തൃപ്തിയില്ലാത്ത മനുഷ്യരോട് ദൈവം പറയാണ്, നിങ്ങൾ വചനത്തിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി വിശക്കുന്നവരാണ്. ഇപ്പൊ നിങ്ങൾ വിശക്കുന്നവരാണ്, നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകും. ഹല്ലേലൂയ. യേശു വീണ്ടും പറയാണ്, കരയുന്നവരെ നിങ്ങള് ഭാഗ്യവാന്മാർ. എന്തിനു വേണ്ടി കരയുന്നവര്? ഈശോയുടെ അടുത്തിരുന്ന് ഇവര് കരയുന്നത് എന്ത് കേട്ടിട്ടാണ്? ഭാര്യ മരിച്ചത് ഓർത്തിട്ടല്ല, ഭർത്താവ് വിട്ടുപോയത് ഓർത്തിട്ടല്ല അവര് കരയുന്നത്. അവര് കരയുന്നത് തങ്ങളുടെ പാപത്തെ ഓർത്തിട്ടാണ്. പാപത്തെ ഓർത്ത്, ഈശോയെ നീ പരിശുദ്ധനാണ്, ഞാൻ പാപിയാണല്ലോ എന്നോർത്ത് നീ കരയുന്നുണ്ടെങ്കിൽ, നിനക്ക് നിന്റെ കണ്ണിൽ അനുതാപത്തിന്റെ കണ്ണീരുണ്ടെങ്കിൽ, കർത്താവ് പറയുകയാണ്, നീ ചിരിക്കും. എപ്പോ ചിരിക്കും? ഈ അനുതാപത്തിന്റെ കണ്ണുനീര് കൊണ്ട് നീ സ്വർഗം സ്വന്തമാക്കും.
നീ ചെയ്ത പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് നീ കർത്താവിലേക്ക് മടങ്ങി വരുമ്പോ, നീ സ്വർഗം സ്വന്തമാക്കുമ്പോ നീ ചിരിക്കുന്നവനാ. എവിടെ? ഭൂമിയിൽ, സ്വർഗത്തിൽ, സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ നിന്റെ മുഖത്ത് ചിരിയുണ്ടാകാം. അബ്രഹാമിന്റെ മടിയിൽ കിടന്ന ലാസറിന് ചിരിയുണ്ടായിരുന്നു. നരകത്തിൽ കിടന്ന ധനവാന് ചിരിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ചില ആളുകള് ഭൂമിയിലായിരിക്കുമ്പോ തന്നെ നരകത്തിൽ കിടക്കുന്ന ധനവാന്റെ പോലത്തെ മുഖമാണ്, ചിരിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചിരിക്കും. നാലാമതായിട്ട് ഈശോ പറയാണ്, മനുഷ്യപുത്രൻ നിമിത്തം നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, നിങ്ങൾ വിശ്വസിച്ചത് മൂലം, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നത് മൂലം, നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മൂലം നിങ്ങൾക്ക് ശാരീരികമായ പ്രയാസങ്ങള്, മാനസികമായ പ്രശ്നങ്ങള്, മറ്റുള്ളവരുടെ നിന്ദനങ്ങള്, അപമാനങ്ങള്, വേദനിപ്പിക്കലുകള്, കുത്തുവാക്കുകള് ഒക്കെ കേൾക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, നിങ്ങൾ തുള്ളിച്ചാടുവിൻ എന്നാണ് പറയുന്നത്. സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ. മറ്റുള്ളവർ ഈ തല്ലുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന്? സന്തോഷിച്ച് കുതിച്ചു ചാടും. കടിച്ചു കീറാൻ വേണ്ടി കുതിച്ചു ചാടുന്നതല്ല, കർത്താവിനെ പ്രതി പീഡകൾ സഹിച്ചതിനെ ഓർത്ത് കുതിച്ചു ചാടുവിനാണ് ഇവിടെ വാക്കെഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം നിങ്ങൾക്ക് നഷ്ടമുണ്ടായതിന് എല്ലാം ദൈവരാജ്യത്തെ പ്രതി നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾക്കെല്ലാം കർത്താവ് എണ്ണി എണ്ണി 100 ഇരട്ടിയായിട്ട് പ്രതിഫലം തരും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോമിസ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒരു നാണയം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ അപ്പൊ തന്നെ 100 രൂപ ക്രെഡിറ്റ് ആവുമെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾ ഒരു നാണയം പോയി, അപ്പൊ തന്നെ നിങ്ങൾക്ക് SMS വരികയാണ് 100 രൂപ ബാങ്കിൽ വീണു. അപ്പൊ അടുത്തത് പോയി, അപ്പൊ തന്നെ 100 രൂപ ബാങ്കിൽ വീണു. അപ്പൊ നമ്മളുടെ ആഗ്രഹം എന്തായിരിക്കും? ഇത് മുഴുവൻ പോട്ടെ, ഇത് മുഴുവൻ പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ പിന്നെയുള്ള നമ്മുടെ ആഗ്രഹം, ഇത് പോകുമ്പോ അപ്പൊ തന്നെ 100 രൂപ മെസ്സേജ് വരണം ഗൂഗിൾ പേയിൽ. അപ്പോ നമ്മൾ ആഗ്രഹം മുഴുവൻ, പിന്നെ കയ്യിലുള്ളത് മുഴുവനും പോകട്ടെ എന്നാണ്. അങ്ങനെ ബാങ്ക് നിറയട്ടെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മൾ ഈശോയെ പ്രതി പീഡകൾ ഒരു പീഡ സഹിക്കുമ്പോ തന്നെ നമ്മുടെ അപ്പൊ തന്നെ അക്കൗണ്ടില് നിറയാണ്, ക്രെഡിറ്റ് ആവുകയാണ്. എത്ര ഇരട്ടിയായിട്ട്? 100 ഇരട്ടിയായിട്ട് അവിടെ ക്രെഡിറ്റ് ആവുകയാണ്. അപ്പൊ നമുക്ക് പീഡകൾ സഹിക്കുമ്പോ നമ്മുടെ ആഗ്രഹം എന്താണ്? വീണ്ടും വീണ്ടും പോരട്ടെ. എന്ത്? സഹനങ്ങള്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ഞായറാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. നാളെ ഞായറാഴ്ച. ഈ ശനിയാഴ്ച രാത്രി ഈശോ നമ്മോട് അല്പം ദീർഘമായി സംസാരിക്കുകയാണ്. ഈശോയ്ക്ക് വേണ്ടി വിശക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കാൻ, ഈശോയോടൊപ്പം ഇരുന്ന് അനുതാപത്തിന്റെ കണ്ണീർ പൊഴിക്കാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ ഓർത്ത് നമുക്ക് അനുതപിക്കുകയും കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യാം. ഈശോയേ, 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 ഈശോ. നമുക്ക് കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഈശോ നമ്മോട് സംസാരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഈശോയാണ് നമ്മോട് സംസാരിക്കുന്നത്. ഈശോയാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. നന്ദി പറയട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയട്ടെ. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മുടെ 7 നിയോഗങ്ങൾ ഈ രാത്രിയിൽ നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് ഈശോ നമ്മോട് ചോദിക്കുകയാണ്, കുഞ്ഞെ, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു ദിസ് നൈറ്റ്? ഏതനുഗ്രഹമാണ് നിനക്ക് ഞാൻ നൽകേണ്ടത്? പിതാവിന് മക്കളോടെന്നതുപോലെ തന്റെ ഭക്തരോട് കർത്താവിന് അലിവ് തോന്നുന്നു. തന്റെ ഭക്തരിൽ നിന്ന് അവിടുന്ന് ഒരു നന്മയും, തന്റെ ഭക്തർക്ക് അവിടുന്ന് ഒരു നന്മയും നിഷേധിക്കുന്നില്ല. 103-ാം സങ്കീർത്തനത്തിന്റെ അഭിഷേകത്തോടുകൂടെ പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഉച്ചത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഓരോരുത്തരും എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം ശക്തിയോടുകൂടി കർത്താവാണ് എന്റെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളുടെ ഉറവിടമെന്ന ബോധ്യത്തോടുകൂടി ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മുട്ടുകുത്താം. രാത്രിയിൽ ദിവ്യകാരുണ്യനാഥന്റെ മുഖപ്രസാദം നമ്മുടെ ആത്മാവിലേക്ക് പെയ്തിറങ്ങുകയാണ്, ഒഴുകിയിറങ്ങുകയാണ്, അതിരച്ചു കയറുകയാണ്. നമ്മുടെ ഹൃദയം അവിടത്തേക്ക് വേണ്ടി തുറന്നു കൊടുത്താൽ ഈശോ പറഞ്ഞു, ഞാൻ നിന്റെ ഹൃദയ കവാടത്തിൽ മുട്ടുന്നു. നീ എനിക്ക് വേണ്ടി നിന്റെ ഹൃദയവാതിൽ തുറന്നു തന്നാൽ ഞാൻ നിന്നോടുകൂടെ അകത്ത് പ്രവേശിക്കുകയും ഞാൻ നിന്നോടുകൂടെ ഭക്ഷിക്കുകയും നീ എന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യും. ഈശോയുടെ ആശീർവാദം നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ അന്തരാത്മാവിലേക്ക്, ശരീരത്തിന്റെ ഓരോ കോശത്തിലേക്ക് തുളഞ്ഞു കയറുന്നതിന് വേണ്ടി ആഗ്രഹിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനിലും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ മനുഷ്യരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളെയും ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെയും കൈക്കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾ എഴുതുന്ന മക്കളെ സമർപ്പിക്കാം. യുവതി യുവാക്കളെ സമർപ്പിക്കാം. ജോലി അന്വേഷിക്കുന്നവരെയും വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെയും ഓർക്കാം. കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മദ്യാസക്തി അടിമപ്പെട്ടൊരു മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മദ്യം ആസക്തി മൂലം കുടുംബത്തിൽ സമാധാനം തകർന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ട മക്കള്, ഇപ്പോൾ ഈ ആലയത്തിൽ മദ്യപാനത്തിന് അടിമയായി നിയന്ത്രിക്കാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മകന് വേണ്ടി, ആ മകന്റെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
പ്രവാസികളായിട്ടുള്ളവർക്ക് വേണ്ടി, വിദേശങ്ങളിൽ ജോലിക്ക് വേണ്ടിയും പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുള്ളവര്, അന്യ സംസ്ഥാനങ്ങളിലായിരിക്കുന്നവര് സമർപ്പിക്കാം. കർത്താവിന്റെ കൃപ കർത്താവിന്റെ മക്കളുടെ മേൽ ഇപ്പോൾ പെയ്തിറങ്ങട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് തനിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരുടെ മേൽ കരുണ വർഷിക്കുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ കടാക്ഷിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി, പ്രാർത്ഥനയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ നല്ലൊരു ഞായറാഴ്ച കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും ദിവ്യബലികളിലും എല്ലാം പങ്കെടുക്കാൻ സാധിക്കട്ടെ. പരസ്പരം പ്രാർത്ഥനയിൽ സഹായിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതിച്ചൊല്ലാം.